ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റിയ ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്. ഒന്നാമത് ബാർബൽ കേളാണ്. 4 സെറ്റ് ചെയ്യണം. 12 മുതൽ 15 റെപ്പ് വരെയാണ് ചെയ്യേണ്ടത്. ബാറ് പൊക്കുമ്പോൾ ശ്വാസം വിടുകയും ബാറ് താക്കുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയുമാണ് ചെയ്യേണ്ടത്. അത് ഡമ്പൽ ചെയ്യുമ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. ഉയർത്തുമ്പോൾ ശ്വാസം പൂർണ്ണമായിട്ടും ഉള്ളിലേക്ക് വിടണം. താഴ്ത്തുമ്പോൾ ശ്വാസം എടുക്കുകയും ചെയ്യണം. വളരെ സാവധാനത്തിൽ ചെയ്താൽ മതിയാകും. എല്ലാ വർക്കൗട്ടിലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് ഡമ്പൽ കേളാണ്. 4 സെറ്റ് ചെയ്യണം. 12 മുതൽ 15 റെപ്പ് വരെ ചെയ്യണം. ഓരോ വർക്കൗട്ടിന് ശേഷവും വെയിറ്റ് കൂട്ടാൻ ശ്രമിക്കണം. അത് കൂടുതൽ ബൈസെപ്സിന് വലിപ്പം വെക്കാൻ സഹായിക്കും. മൂന്നാമത്തെ വർക്കൗട്ട് ഇൻക്ലൈൻഡ് ബെഞ്ച് ഡമ്പൽ കേളാണ്. 4 സെറ്റ് ചെയ്യണം. 12 മുതൽ 15 റെപ്പ് വരെ ചെയ്യണം. നമ്മുടെ ബൈസെപ്സിന് നല്ല റൗണ്ട് ഷേപ്പ് കിട്ടാൻ സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ഇൻക്ലൈൻഡ് ബെഞ്ച് ഡമ്പൽ കേൾ. വളരെ സാവധാനത്തിൽ ചെയ്യണം. കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് താപ്പോട്ട് ഡമ്പൽ പോകുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് മസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. നാലാമത്തെ വർക്കൗട്ട് കോൺസെൻട്രേഷനാണ്. 4 സെറ്റ് ചെയ്യണം. 12 മുതൽ 15 റെപ്പ് വരെ ചെയ്യാൻ ശ്രമിക്കണം. ഓരോ സെറ്റ് കഴിയുമ്പോഴും വെയിറ്റ് കൂട്ടി ചെയ്യാനായിട്ട് നോക്കണം. പതിയെ ചെയ്താൽ മതി. അഞ്ചാമത്തെ വർക്കൗട്ട് ഹാമർ കേളാണ്. ഒരു 3 സെറ്റ് ചെയ്യണം. 12 മുതൽ 15 റെപ്പ് വരെ ചെയ്യണം. ഹാമർ കേൾ ചെയ്യുമ്പോഴും ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത് മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്. ഡമ്പൽ ഉയർത്തുമ്പോൾ ശ്വാസം വിടുകയും ഡമ്പൽ താക്കുമ്പോൾ ശ്വാസം ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം ചെയ്യാൻ. ലാസ്റ്റ് ഡമ്പൽ റിവേഴ്സ് കേളാണ്. റിവേഴ്സ് കേൾ ഒരു കാരണവശാലും മിസ്സാവരുത്. ബൈസ് അടിക്കുന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് റിവേഴ്സ് കേൾ ചെയ്ത് വേണം നിർത്താൻ. വർക്കൗട്ടിന് ശേഷം എല്ലാവരും സ്ട്രെച്ച് ചെയ്യണം, പോസ് ചെയ്യുകയും ചെയ്യണം.